നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ അംബാസഡർമാരാണ് ചില ചെറിയ കൗതുക വസ്തുക്കൾ. ഉദാഹരണത്തിന് കഥകളി രൂപങ്ങൾ, ചുണ്ടൻ വള്ളം. അക്കൂട്ടത്തിൽ ട്രെൻഡിങ് ആയിരിക്കുകയാണ് നെറ്റിപ്പട്ടങ്ങൾ. ഈ നെറ്റിപ്പട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആനയെ എഴുന്നള്ളിക്കാൻ മാത്രമല്ല ഇപ്പോൾ നെറ്റിപ്പട്ടങ്ങൾ ഉപയോഗിക്കുന്നത്. കാറിൽ തൂക്കിയിടാൻ, നമ്മുടെ കാറിൻ്റെ മുൻവശത്തൊക്കെ. അതുപോലെ സ്വീകരണ മുറികളെ അലങ്കരിക്കാൻ, അതോടൊപ്പം ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകാൻ. അങ്ങനെ നെറ്റിപ്പട്ടങ്ങൾ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴുണ്ട്. പക്ഷേ ഇതിന് ചില കണക്കുകളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്, ചില കഥകളുണ്ട്. ആ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് കോട്ടയത്ത് നിന്ന് ഗായത്രി ദേവി. നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. നമ്മളിവിടെ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ കാറിലിടുന്ന നെറ്റിപ്പട്ടം തൊട്ട് നമ്മൾ വീട്ടിൽ ആനയ്ക്കുള്ള നെറ്റിപ്പട്ടം വരെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇതിപ്പോൾ കാറിൽ നമ്മൾ തൂക്കിയിടുന്ന നെറ്റിപ്പട്ടങ്ങളാണിത്. ഇപ്പോൾ ഈ കാണുന്നതെന്ന് ചോദിച്ചാൽ ഒരടിയുടെ നെറ്റിപ്പട്ടം, 1 അടി, 1.5 അടി, 2, 2.5, 3, 3.5, 4, 4.5, 5, 5.5 അങ്ങനെയുള്ള സൈസുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് സൈസുകൾ മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഓർഡേഴ്സ് വന്നിരിക്കുന്ന നെറ്റിപ്പട്ടമാണ്. ഇത് മ്യൂറലിൽ ചെയ്തിരിക്കുന്ന പോട്ടാണ്, മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ചെയ്തിരിക്കുന്ന പോട്ടാണ്. നമ്മുടെ വീട്ടിൽ ഫ്ലവർ വൈസ് ആയിട്ടും മറ്റുള്ളതായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ പോട്ട്. അതേ രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിലുള്ള കല്ലുകളിൽ പെയിൻറ്റിങ്സ് ചെയ്തിരിക്കുന്ന പേപ്പർ വെയ്റ്റുകളൊക്കെ ആയിട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വിൽക്കാറുള്ളതാണ്. കോളേജ് പഠനകാലത്ത് തുടങ്ങിയതാണ് ഗായത്രി ദേവിക്ക് നിറങ്ങളുടെ ലോകത്തോടുള്ള പ്രണയം. ചിത്രരചനയും ഫാബ്രിക് പെയിൻറ്റിങ്ങും വിവിധ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമൊക്കെ പലപ്പോഴായി പരിശീലിച്ചു. ആദ്യം ഒരു സ്ഥാപനത്തിൽ പരിശീലനം തേടിയെത്തിയെങ്കിലും അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതൊരു വാശിയായി. പിന്നീട് ഒരുപാടിടങ്ങളിൽ നിന്നായി വിവിധ വിഷയങ്ങളിൽ പരിശീലനം നേടി. പിന്നീട് അവയായി ജീവിതവും ഉപജീവനവും. ശരിക്കും ഞാനൊരു തമാശയായിട്ട് പഠിച്ചിരുന്നതാണ് ക്രാഫ്റ്റ്. ഒരു കോളേജ് കാലഘട്ടം തൊട്ട് ഫാബ്രിക് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഉള്ളത്, ജ്വല്ലറി മേക്കിങ്, ഫാബ്രിക്കൊക്കെ ഒരു തമാശയായിട്ട് പഠിച്ചതാണ്. അത് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതെൻ്റെ ഒരു വലിയൊരു വരുമാന മാർഗമായിട്ട് മാറുമെന്ന്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ നിറങ്ങളും ഈ നെറ്റിപ്പട്ടങ്ങളും തന്നെയാണ് എൻ്റെ ലോകം. 2005 മുതൽ വിവിധ സ്വയം തൊഴിലുകളുടെ പരിശീലകയായും മാറി. നെറ്റിപ്പട്ടം, ബാംബു ക്രാഫ്റ്റ്, മ്യൂറൽ പെയിൻറ്റിംഗ്, ആഭരണ നിർമ്മാണം, ഫാബ്രിക് പെയിൻറ്റിംഗ് തുടങ്ങി ഗായത്രി ദേവി പരിശീലനം നൽകുന്ന വിഷയങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എന്നാൽ നെറ്റിപ്പട്ടം തന്നെയാണ് ഗായത്രിയുടെ മാസ്റ്റർ പീസ് ഇനം. നമ്മൾ അതേപോലെ നെറ്റിപ്പട്ടം മാത്രമായിട്ടല്ല പെയിൻറ്റിങ് സെക്ഷൻസും നമുക്കുണ്ട്. പെയിൻറ്റിങ് ചോദിച്ചാൽ ഡ്രസ്സിലുള്ള പെയിൻറ്റിംഗ് ഉണ്ട്, ഗ്ലാസ്സിലുണ്ട്, പോട്ടിലുണ്ട്, ചുവർച്ചിത്രങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ചുവർച്ചിത്രമാണ് ശിവനും പാർവതി ആയിട്ടുള്ള ചുവർച്ചിത്രമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് സൈസിനനുസരിച്ച് ഓരോ വീടുകൾക്ക് ആവശ്യത്തിനായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്ന ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളും ചോദിച്ചാൽ RCTകളിൽ 14 ജില്ലയിലും കേരളത്തിൽ 14 ജില്ലയിലെ RCTകളിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ വ്യവസായ ഓഫീസുകൾ, കോളേജുകൾ, MSME ഇതിലെല്ലാം തന്നെ കുട്ടികൾക്കായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സ്കൂൾ തലങ്ങളിൽ, ജയിലിൽ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഒരു വരുമാന മാർഗം. നമ്മളൊരു കൈത്തൊഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടമ്മമാരുണ്ട്, കുടുംബശ്രീ, ഇതൊക്കെ ഒരു കൈത്തൊഴിൽ പഠിച്ചാൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാലും 10 രൂപ വരുമാനം കിട്ടും. നെറ്റിപ്പട്ടങ്ങൾക്ക് ധാരാളം ഓർഡറുകൾ ലഭിക്കാറുമുണ്ട്. കൂടുതലും വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്വീകരണ മുറികളുടെ അലങ്കാരത്തിനായുള്ളതാണ്. പല അളവിലും ഡിസൈനുകളിലും നെറ്റിപ്പട്ടങ്ങൾ തയ്യാറാക്കി നൽകുന്നുണ്ട്. ഇത് 1/2 അടിയുടെ കണ്ടു, ഇത് 1.5 കണ്ടു, ഇത് 2, 2.5, ഇത് 3.5. ഈ സൈസാണ്. ഈ കിടക്കുന്നത് 4.5 അടി നെറ്റിപ്പട്ടാണ്. 5.5 അടി ഇവിടെ ഞാൻ ഇട്ടിട്ടില്ല, ഞാനത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് തിടമ്പുകളാണ്. ഇത് പല സൈസുകളിലുണ്ട്. 1, 2, 2.5. ഇനി ഈ തിടമ്പിൽ വേറെ ഒന്നുമില്ല. നമ്മൾ
വേസ്റ്റായിട്ട് പോകുന്ന തടിക്കഷ്ണങ്ങൾ വെച്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത് മൈപ്പീലി നെറ്റിപ്പട്ടം ഒക്കെ വന്നിരിക്കുമ്പോൾ അതേ മൈപ്പീലി വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ തിടമ്പും. ഇത് ഉത്സവത്തിനൊക്കെ എടുക്കുന്ന തിടമ്പിൻ്റെ വലിപ്പത്തിലാണ് ഈ വലിയ തിടമ്പിനെ ചെയ്തിരിക്കുന്നത്. ആവശ്യമനുസരിച്ച് നെറ്റിപ്പട്ടങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുമെങ്കിലും അവയിലെ സങ്കല്പങ്ങളും കണക്കുകളും തെറ്റാറില്ല. ദേവഗണങ്ങളും നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളുമടക്കം ഓരോന്നിനും അതതിൻ്റേതായ സ്ഥാനം ഉറപ്പാക്കി തന്നെയാണ് നിർമ്മാണം. 5.5 അടി നെറ്റിപ്പട്ടമാണ്. 5.5, 6, 6.5 ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്ന നെറ്റിപ്പട്ടങ്ങളാണ്. ഇതിൻ്റെ സങ്കല്പങ്ങൾ എന്താ? ഈ കൊമ്പളകൾ കാണുമ്പോൾ ആർക്കും എന്നാന്നത് സാധാരണ മനസ്സിലാകാറില്ല. ഞാൻ പറഞ്ഞു തരാം. ഇത് ഗണപതിക്ക് വെക്കുന്നു, ശിവന്, ലക്ഷ്മി, സരസ്വതി, പാർവതി, പിന്നെ സപ്ത ഋഷിമാർ 7 പേര്, വിശ്വകർമാവ്, വിശ്വാമിത്ര, അഷ്ടവസുക്കൾ, നവഗ്രഹങ്ങൾ. അത് കഴിഞ്ഞ് ശിവൻ്റെ ചന്ദ്രക്കല. ഈ ശിവൻ്റെ ചന്ദ്രക്കല വയ്ക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ 7, 9 ഓഡ് നമ്പേഴ്സിൽ 3, 5, 7, 9, 11 എന്ന കണക്കിൽ വേണം വെക്കാൻ. വെച്ച് നമ്മൾ ഇതും കൂടെ ചേർത്ത് ബെല്ലും കൂടെ കെട്ടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത്. നിറങ്ങളിലും ചിലതിലൊക്കെ വ്യത്യസ്തതയുണ്ട്. മയിൽപ്പീലി നെറ്റിപ്പട്ടം അത്തരത്തിലൊന്നാണ്. കടയിൽ നിന്ന് നമ്മൾ ശരിക്കും വാങ്ങിക്കുന്ന ഒരു ക്ലോക്കാണ്. ആ വാങ്ങിച്ച ക്ലോക്കയിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് ബോർഡയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന വൂളും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ക്ലോക്കാണിത്. ക്ലോക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. ക്ഷേത്രോത്സവങ്ങളോട് അനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പുകളിൽ ആനകളെ അണിയിക്കാനുള്ള നെറ്റിപ്പട്ടവും തയ്യാറാക്കി നൽകുന്നുണ്ട്. എന്നാൽ ആനയ്ക്കായുള്ള നെറ്റിപ്പട്ടങ്ങൾക്ക് അലങ്കാര നെറ്റിപ്പട്ടങ്ങൾ പോലെ ഓർഡറുകൾ ലഭിക്കാറില്ല. ആനയ്ക്കുള്ള നെറ്റിപ്പട്ടത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുവകകളിലും വ്യത്യാസമുണ്ട്. പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ഒഴിവാക്കി ലോഹ ഭാഗങ്ങളാണ് ഇതിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. അപ്പോൾ വിലയും ഉയരും. 1,00,000 രൂപയ്ക്ക് മുകളിലാണ് ആനയ്ക്കുള്ള നെറ്റിപ്പട്ടങ്ങളുടെ വില. റേറ്റും ഹൈറ്റും കൂടി ആയിട്ട് ഒരു ഫോട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. ആ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് ഓർഡർ തരുന്നത്. പിന്നെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1/2 അടി തൊട്ട് നമ്മൾ കയറുന്നുണ്ട്. 1/2 അടി, 1/2, 1, 1.5. ഞാനിവിടെ കൂടുതലും 2, 2.5, 3, 3.5, 4, 4.5, 5 ഇങ്ങനെ ആ സൈസിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ നൂലൊക്കെ കെട്ടി എല്ലാം അതിൻ്റെ ബെല്ലും എല്ലാം എനിക്ക് ചുറ്റി കെട്ടി വെക്കുന്ന എല്ലാം അമ്മയാണ്. ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് വന്ന് എല്ലാം കൂടെ മിക്സപ്പ് ആക്കി അത് രൂപത്തിലാക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഏറ്റവും കൂടുതൽ മോൻ സഹായിച്ചു കൊടുക്കും. ഈ കുറേ നേരം ഇരുന്ന് ഈ മൊബൈലിൽ കാണുമ്പോഴത്തേക്ക് മൊബൈലിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ത്രെഡ് വർക്കിലോട്ട് അവനെ ഒന്ന് കൺവേർട്ട് ചെയ്തത്. എന്തെങ്കിലും ആ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ പറയും ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു തരണമെങ്കിൽ ഇന്ന ചെയ്ത് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, ഇന്നൊക്കെ ചെയ്ത് തരാമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ചു തരാമെന്ന് പറയും. അങ്ങനെ പതിയെ ആയപ്പോഴത്തേക്ക് മോനും അതിൻ്റെ ഓരോ നമുക്ക് കിട്ടുന്ന കാശിൻ്റെ അകത്ത് ഒരു ഇത്ര % അവനും വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ അവനൊരു ഇൻകമായപ്പോഴത്തേക്ക് അവനും ഇൻട്രസ്റ്റായി. ഇപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഗായത്രിയുടെ നെറ്റിപ്പട്ടം നിർമ്മാണം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വൻതോതിലുള്ള ഓർഡറുകൾ ലഭിക്കുവാനും ധാരാളം പേർ ഇവയുടെ നിർമ്മാണത്തിൽ പരിശീലനം തേടി എത്തുവാനും തുടങ്ങി. എൻ്റെ വീട് കടപ്പൂരാണ്. അവിടെ എനിക്ക് തയ്യൽ യൂണിറ്റ് ഞാൻ നടത്തുന്നു. അന്നേരം അർച്ചന വിമൻസ് സെൻറ്ററിൽ ഗായത്രി മാഡത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഫൈബർ പെയിൻറ്റിങ്ങിന്. അതിൽ ഞാൻ പോയി അത് ചെയ്തിരുന്നു. അന്നേരം ആ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ MSMയിൽ ഇങ്ങനെ ക്ലാസ് 6 ആഴ്ചത്തെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നുകൂടി. അങ്ങനെ നെറ്റിപ്പട്ടത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല, ഭയങ്കര ഇഷ്ടമായിട്ടാണ് തോന്നിയത്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ബാങ്കുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്വയം തൊഴിൽ പരിശീലന പരിപാടികളിൽ പരിശീലക കൂടിയാണ് ഗായത്രി. ഞാൻ പഠിച്ചത് എന്താണോ അത് ഞാൻ ഒരു തുള്ളി പോലും കുറയ്ക്കാതെ ഞാൻ ഇന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പഠിച്ചത് എനിക്ക് വരുമാനം ഉണ്ടായ പോലെ തന്നെ മറ്റുള്ളവർക്കും വരുമാനം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. നെറ്റിപ്പട്ടത്തിൻ്റെയൊക്കെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് നടത്തുന്നത്. കാര്യം ബാങ്കിൽ ട്രെയിനിങ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ ജ്വല്ലറി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് അങ്ങ് ഉൾഗ്രാമത്തിലിരിക്കുന്നവർക്കും കൂടെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഓൺലൈനായും നേരിട്ടും പരിശീലനം നൽകി വരുന്നുണ്ട്. കോളേജുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ജയിലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതിൽ പല സ്ഥാപനങ്ങളിലും വർഷത്തിൽ 2 തവണ വീതം 1 ആഴ്ചയോ 2 ആഴ്ചയോ നീളുന്ന പരിശീലന പരിപാടികളാണ് നടത്തി വരുന്നത്. ഓൺലൈനിലൊക്കെ കാണുന്ന പോലെയല്ല, നമുക്ക് ഫുള്ളായിട്ടൊന്നും പഠിക്കാനൊന്നും അതിൻ്റെ അകത്ത് പറ്റില്ല. അപ്പോൾ നമ്മൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിനകത്ത് നിന്ന് പഠിക്കുക. പിന്നെ നമുക്ക് ഓരോ ടെക്നിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളതിൽ നിന്ന്
നമുക്കൊരു സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. അപ്പം ഞങ്ങളത് മാക്സിമം ഞങ്ങൾ യൂസ് ചെയ്ത് ഫ്യൂച്ചർ ഞങ്ങൾക്കത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ടാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. പഠിപ്പിച്ചിരുന്ന സാധനമല്ല 2007 വന്നത്. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഐറ്റംസ് കൂട്ടി 10-250 ഐറ്റംസോളം ഇവിടെ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പേപ്പർ ബാഗ്, ബാംബു പ്രൊഡക്ട്സ്, നെറ്റിപ്പട്ട, മ്യൂറൽ പെയിൻറ്റിങ്, കുഷൻ മേക്കിംഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കോട്ടയം ഏറ്റുമാനൂരിലുള്ള MSME ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വർഷത്തിൽ 2 തവണ ഗായത്രിയുടെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടം നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. പലതിലും വലിയ പങ്കാളിത്തമാണ് ഉണ്ടാവാറുള്ളത്. It is a entrepreneur skill development program. It is one of the skill development program. It is conducting for the different level of program. ESDP is a 1-month program. MDP is a 1-week program. It is a 1-day program. EAP is a 1-day program. Mainly it is focusing on the handicraft. What are the craft? It is making for the handcrafted. That product, we can sell it in the market level or online trading. That is mainly we can create it. After that, this is all completely free program. In that free programs, we make it Udyam certifications. That certification mainly it's a central government certification. We can start it whoever the startup business are there. சரி, நான் வந்து ஜஸ்ட் ஒரு அட்டன் பண்ணி பார்க்கலான்னு தான் வந்தேன். பட் இங்கே வந்த பிறகு இந்த கோர்ஸே நான் எக்ஸ்பெக்ட் பண்ணதை விட வேறு லெவலில் இருந்துச்சு. எஸ்பெஷலி காயத்ரி மேம் வந்து அவங்களோட வே ஆஃப் டீச்சிங் வந்து ரொம்ப வந்து வேறு லெவலில் இருந்தது. அவங்க ரொம்ப ஈஸியாக நம்மளுக்கு என்ன இருந்தாலும், நான் தமிழ் தான் மதர் டங் இருந்தாலும் எனக்கு வந்து அண்டர்ஸ்டாண்ட் ஆகிற மாதிரி, அவங்க மலையாளத்தில் மற்ற எல்லாருக்கும் வந்து அண்டர்ஸ்டாண்ட் ஆகிற மாதிரி, யாரும் எந்த ஒரு ஸ்கில்லும் தேவையில்லை இதுக்கு. പല പ്രായത്തിലുള്ളവരും വിവിധ കർമ്മ മേഖലകളിൽ നിന്നുള്ളവരുമൊക്കെ ഇവിടെ പരിശീലനത്തിനായി എത്തുന്നുണ്ട്. ചിലരൊക്കെ കൗതുകത്തിൻ്റെ പേരിൽ പരിശീലനത്തിന് എത്തുന്നവരാണ്. എന്നാൽ ചിലരാവട്ടെ ഒരു ഉപജീവനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നെറ്റിപ്പട്ട നിർമ്മാണം പരിശീലിക്കുന്നത്. ലക്ഷ്യമിടുന്ന എനിക്ക് ക്ഷേത്രം പണിയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള ആനയ്ക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ഒരു തൊഴിലിലേക്ക് ഏർപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. നല്ല രീതിയിൽ ഇതിപ്പോൾ ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുകയാണ്. ഞാനിങ്ങനെയുള്ള പല കലാപരിപാടികളും നടത്താൻ ക്ഷേത്രങ്ങൾ മൊത്തം പണിയുന്നതാണ് എൻ്റെ തൊഴിൽ. ഞാൻ CMA പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കോഴ്സ് കഴിഞ്ഞു, എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് പഠിക്കാൻ വന്നു. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പോലും ഇക്കൂട്ടത്തിൽ കാണാനാകും. ജീവിതത്തിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ പുതുതായി പഠിക്കാനുണ്ടെന്ന കാഴ്ചപ്പാടാണ് ഇവർക്കൊക്കെ. ഇതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും പ്രായമുള്ള എനിക്ക് ഇതിൽ വന്നുകൂടെ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നുണ്ട്. ഒരു ചെറിയ കലയല്ലേ, അതുകൊണ്ട് ഞാനൊരു ഇതിനു മുമ്പ് ഒരു 5-8 പ്രാവശ്യം കടയിൽ മേടിച്ചിട്ടുണ്ട്. കടയിൽ ഇതിന് സാധനങ്ങളെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ നമ്മൾ ഇതൊന്ന് പഠിച്ചു മനസ്സിലൊരാഗ്രഹം, അതിന് വേണ്ടി ഇന്ന് പോകുന്നു. പഠനത്തിൻ്റെ ഇടവേളകളിലും മറ്റും നെറ്റിപ്പട്ടം നിർമ്മാണം പരിശീലിക്കാൻ എത്തുന്നവരുമുണ്ട്. ഏതായാലും ഗായത്രിയുടെ പക്കൽ നിന്നും നെറ്റിപ്പട്ടം നിർമ്മാണത്തിൽ പരിശീലനം നേടിയവരെല്ലാം തന്നെ സ്വന്തമായി ഒരു സംരംഭത്തിലേക്ക് കടക്കാമെന്ന 100% ആത്മവിശ്വാസത്തോടെയാണ് മടങ്ങുന്നത്. MSME ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പരിശീലനം നേടുന്നവർക്ക് നെറ്റിപ്പട്ടം നിർമ്മാണത്തിനായുള്ള വസ്തുക്കൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കാനും നിർമ്മിച്ച നെറ്റിപ്പട്ടങ്ങൾ വിൽക്കുന്നതിനും വേണ്ട സംവിധാനങ്ങളും ഒരുക്കി നൽകുന്നുണ്ട്. വാങ്ങിയ ആൾക്കാർ നമുക്ക് പിന്നെയും ഇഷ്ടം പോലെ അവർക്ക് അറിയാവുന്നവർക്കും എല്ലാം പറഞ്ഞു കൊടുത്താണ് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് വരുന്നത്. ഇതിപ്പോൾ ഈ കിടക്കുന്ന നെറ്റിപ്പട്ടം തന്നെ 5000 എണ്ണമാണ് എനിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് വന്നത്. ആദ്യം നമ്മൾ 2500 കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് 1000 കൊടുത്തു, പിന്നെ ഇങ്ങനെ അവരുടെ ഘട്ടമായിട്ട് ഒരാളുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴായി ഇവിടെ ഗായത്രിയുടെ നേതൃത്വത്തിലുള്ള നെറ്റിപ്പട്ടം നിർമ്മാണത്തിൽ പരിശീലനം നേടിയവർ നിരവധിയാണ്. നെറ്റിപ്പട്ടം നിർമ്മാണത്തിലൂടെ ഗായത്രി ദേവി സ്വന്തം തലവര മാത്രമല്ല മറ്റ് നിരവധി പേരുടെ തലവരകളും മാറ്റിയെഴുതി. ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് കൂടുതലും സ്ത്രീകളായതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വഴിയൊരുക്കുന്നവരിൽ ഒരാളായി ഗായത്രി ദേവി മാറിയെന്ന് പറയുന്നതിലും തെറ്റില്ല. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.